പ്രശാന്തേട്ട, ഒരു 2-3 ദിവസം മുൻപായിരുന്നു കുംഭമേളയിൽ ഒരു തീപിടുത്തം ഉണ്ടായത്. അതിപ്പോൾ ഭീകരാക്രമണമാണെന്ന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. അതിപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനയാണ്. അപ്പോൾ അവിടെ കുംഭമേളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അതിനെപ്പറ്റി സുരക്ഷാ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് നമ്മുടെ മാധ്യമങ്ങളിൽ കൂടി അറിയാൻ സാധിച്ചത്. അതായത് അവിടുന്ന് അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ട് ഉള്ള റിപ്പോർട്ട് അങ്ങനെയായിരുന്നല്ലോ. കാരണം 1 കോടി രൂപയുടെ നഷ്ടമുണ്ട്, കുറേ ടെൻറ്റുകൾ നശിച്ചു പോയിട്ടുണ്ട്, 2 വട്ടം സ്ഫോടനം ഉണ്ടായി, അതിന് ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചാണ്, ഗ്യാസ് ലീക്കായിയാണ് സ്ഫോടനം എന്നാണ് അവിടുന്ന് വന്ന വാർത്തകൾ. അതാണ് നമുക്ക് കണ്ടത്. പക്ഷേ ഇന്നലെ ഈ ഖാലിസ്ഥാൻ വാദമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് എന്ന് പറയുന്നൊരു സംഘടന KESF അവർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളാണ് അവിടെ സ്ഫോടനം നടത്തിയത്, ഞങ്ങളുടെ കെയർ ഓഫിൽ. കാരണം നമ്മൾ ഈ ഓരോ ഇതൊക്കെ നടത്തിയിട്ട് ഈ ഭീകര സംഘടനകളൊക്കെ അറിയത്തില്ലേ, ഇപ്പം പന്നൂനൊക്കെ അവിടെ നിന്ന് പറയുന്ന പല മുസ്ലിം ഭീകര സംഘടനകളൊക്കെ പറയുമല്ലോ, ഇന്ന കൊലപാതകം ഏറ്റെടുത്തത് ഞങ്ങളാണ്, നടത്തിയത് ഞങ്ങളാണ്, ഇന്ന സ്ഫോടനം IS-കാരൊക്കെ പറഞ്ഞു. അതുപോലെ ഇവരെ ഇമെയിൽ കൂടിയാണ് നമ്മുടെ ഈ സന്ദേശം വെളിയിൽ വിട്ട് പഞ്ചാബിലെ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ കാനഡ, എവിടെയാണെന്നല്ലോ ഈ കാനഡയിലാണെന്നല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥലം, ആ മാധ്യമങ്ങൾക്കൊക്കെ ഇമെയിൽ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫിലിപ്പിത്ത് ഏറ്റുമുട്ടലുണ്ടായിരുന്നല്ലോ, ഒരു 3 പേര് മരിച്ചില്ല, അതിനകത്ത് ഉമ്മാരുടെ ഒരു കമാൻഡറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, 3 പേരുണ്ട്. അതിനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് അവർ പറയുന്നത്. അതായത് യോഗിക്കുള്ള ഒരു താക്കീത്, ഇതൊരു തുടക്കം മാത്രമാണ്, ഇതിനെ തുടർന്ന് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാകും, ആരെയും വേദനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ചെയ്തില്ല, പിന്നെ കുംഭമേള തീ പിടിപ്പിച്ച് ആർക്കും വേദനിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ഒരു ഇത് വന്നിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനകത്ത് അവിടെ കയറി സ്ഫോടനം നടത്തിയില്ലയോ എന്നുള്ളത് വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതിനിപ്പോൾ NIA അവിടെ പരിശോധന തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗമെല്ലാം ഇതിന് ശേഷം വീണ്ടും കൃത്യമായിട്ട് അതിൻ്റെ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ യോഗി അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം 1000-ഓളം പേർക്ക് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു, സംശയമുള്ളവർക്ക്. അതായത് അതുപോലെ തന്നെ 600-ഓളം CCTVയുടെ പരിശോധനകൾ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ള അന്വേഷണം വ്യാപകമായിട്ട് നടക്കും. മാത്രമല്ല ഇനി അവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഇത് ശരിയോ തെറ്റോ ഏറ്റെടുത്തിരിക്കുന്നത് സംഘടനയാണ്, അവർ ഔദ്യോഗികമായിട്ടൊരു സംഘടന പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഖാലിസ്ഥാൻ ഭീകര സംഘടനയാണ്. ഇപ്പം മറ്റുള്ള ഭീകരവാദികളെ കാട്ടിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കുന്നത്, നിരന്തരം ഭീഷണികൾ മുഴക്കൊണ്ട് നിൽക്കുന്നതുമായിട്ടുള്ളൊരു സംഘടനയാണ് ഈ ഖാലിസ്ഥാൻ വാദികളെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് അവരെ നമ്മളത്ര ചെറുതാക്കി കണ്ടുകൂടാ. അവർക്ക് സപ്പോർട്ടേഴ്സ് വളരെ കൂടുതലായിട്ട് ഇന്ത്യക്കകത്തുണ്ട്. അതിനകത്ത് പഞ്ചാബിലെ ഭരണം ഖാലിസ്ഥാൻ വാദത്തിന് അനുകൂലമായപ്പം ആം ആദ്മി പാർട്ടിയുടെ ഭരണമാണ്. ആം ആദ്മി പാർട്ടി ഈ മാൻ്റെ കെയർ ഓഫിലുള്ള ഗവൺമെൻറ് കൊണ്ടുവരുന്നതിന് ഫണ്ട് കൊടുത്തത് പന്നൂനാന്ന് പറയുന്നുണ്ട്. അറിയത്തില്ലേ, 350 കോടി ഞാൻ കൊടുത്തതാണ്. മാത്രമല്ല അതിനുശേഷം അവിടുന്ന് അവർക്കുള്ളൊരു പ്രൊമോഷൻ, അതിനുശേഷമാണല്ലോ അവിടെ ഈ ഖാലിസ്ഥാൻ വാദമായിട്ട് ബന്ധപ്പെട്ടൊരുത്തൻ വലിയ വിഷയമൊക്കെ ഉണ്ടാക്കി അവനെ പിടിച്ച് ജയിലിട്ട് അവനിപ്പോൾ അവിടെ നിന്ന് ജയിക്കുന്നു, അവൻ അവിടെ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, അവരുടെ പേര് ഒരു സിംഗ് ജയിലിൽ കിടന്ന് ജയിച്ചില്ലേ. അപ്പോൾ അയാൾ ഇവിടെ പാർട്ടി ഉണ്ടാകും. കഴിഞ്ഞ ആഴ്ചയായിരുന്നല്ലോ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ, നേരത്തെ നമ്മുടെ ഇന്ദിരാഗാന്ധിയെ കൊന്ന ആളിൻ്റെ മകനുമൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിലൊരു പ്രൊമോഷൻ, ഈ പറയുന്ന ഖാലിസ്ഥാൻ വാദത്തിൻ്റെ പ്രൊമോഷൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ഈ പറയുന്ന കർഷക സമരമായിരുന്നു. ആ കർഷക സമരത്തിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുത്ത ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളാണ്. പഞ്ചാബിലും ഈ ഹരിയാനയിലും ഡൽഹിയിലുമായിട്ടാണല്ലോ കർഷക സമരം ശക്തിപ്പെട്ടത്. അത് അവിടുത്തെ അവിടുത്തെ മുഖ്യമന്ത്രി ഇത് മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് എന്നാൽ വീണ്ടും ജയിക്കാൻ സാധ്യതയുള്ള ഒരു മുഖ്യമന്ത്രിയെ പോലും അന്ന് മാറ്റിയിട്ട് സിദ്ധുവിനെ കോൺഗ്രസ് ഖാലിസ്ഥാൻ വാദത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ത്രിവറ ഗ്രൂപ്പുകളിലേക്ക് വ്യക്തമായിട്ടുള്ള സിദ്ധുവിനെ കോൺഗ്രസിൻ്റെ ഭാഗമാക്കി നിർത്തുന്നൊക്കെ. അപ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ടൊരു ഇടപെടിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതേ ആ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനെക്കാട്ടിൽ ആ ഇടപെടിയിൽ കൂടുതൽ അവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവർ അരവിന്ദ് കെജ്രിവാളിനെ അതിൻ്റെ ഭാഗമാക്കി നിർത്തുന്നത്. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, അപ്പോൾ ഖാലിസ്ഥാൻ വാദികൾ ഈ കുംഭമേളയ്ക്ക് അകത്ത് നടത്തിയ സ്ഫോടനം അവരുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ ആണോ അല്ലയോ എന്നുള്ളതല്ല, പക്ഷേ അത് വളരെ ദീർഘമായിട്ട് ആ പറച്ചിലിനെ ഗൗരവമായിട്ട് തന്നെ ഗവൺമെന്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. 40 കോടിയിലധികം ജനങ്ങൾ പങ്കെടുക്കുന്ന വലിയൊരു കുംഭമേള, 15 കിലോമീറ്ററോളം ഈ പറയുന്നത് പോലെ വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലം. ഈ പറയുന്ന 40 കോടി ആൾക്കാർ വരാൻ സാധ്യതയുള്ളൂ. ഒരേ സമയം 1-2 കോടി ആൾക്കാർ അവിടെ എപ്പോഴും ഉള്ള സ്ഥലം. അപ്പോൾ ഏതായാലും
ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ ഒരു വിഷയം വെളിയിൽ വന്നതിന് ശേഷം അമേരിക്കയിൽ വ്യാപക റെയ്ഡ് നടക്കുകയാണ്. അമേരിക്കയിൽ ഇപ്പം ട്രംപ് വന്നതിന് ശേഷം അറിയാമല്ലോ, ട്രംപ് വന്നതിന് ശേഷം ഈ കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ അവിടെ അനധികൃതമായിട്ട് കയറിയവരെ മൊത്തം വെളിയിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി വിവാദം നടക്കുന്നു. പലരെയും ഫ്ലൈറ്റിനകത്ത് കയറ്റി അവിടെ കൊണ്ടുവിടുന്നു, വിമാനങ്ങൾ തടയുന്നു. ഏതായാലും ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ച് ഖാലിസ്ഥാൻവാദികളെ കണ്ടെത്തുന്നതിന് വേണ്ടി വ്യാപക റെയ്ഡ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ട്രംപ് അതിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് എന്ന് പറയുന്ന അമേരിക്കയിലെ വിഭാഗം അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ പറയുന്നത് ഈ ഗുരുദ്വാരകൾ, പണ്ട് നമ്മളിവിടെ ഗുരുദ്വാരയ്ക്കകത്ത് ഈ ഖാലിസ്ഥാൻവാദത്തിന് പ്രമോഷൻ വന്നപ്പം അന്ന് സുവർണക്ഷേത്രം റെയ്ഡ് ചെയ്യേണ്ടി വന്നു. അവന്മാർ അതിനകത്ത് കയറി ആയുധങ്ങളുമായിട്ടും അല്ലെങ്കിൽ അവരുടെ ഈ സംഘടനയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അന്ന് എടുത്തത് ഈ ഗുരുദ്വാരകളാണ് അല്ലെങ്കിൽ സുവർണക്ഷേത്രം. അതിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കി അതിനകത്ത് വളരെ കൂടുതൽ ആൾക്കാരെ കൊല്ലേണ്ടി വന്നു, അല്ലെങ്കിൽ അവരെ അതിനകത്തു നിന്നാണ് പിടിക്കേണ്ടി വന്നത്. 2 പ്രാവശ്യം ഈ പറയുന്ന പോലെ അത്തരത്തിലുള്ള ഓപ്പറേഷൻ അന്ന് നടത്തേണ്ടി വന്നു. അപ്പോൾ ഇപ്പോഴും അവിടെ കേന്ദ്രീകരിച്ച് അമേരിക്ക കേന്ദ്രീകരിച്ച് ഖാലിസ്ഥാൻവാദം നല്ല പ്രൊമോഷനുണ്ട്. അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് ബൈഡൻ കൊടുത്തിരുന്നു. അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് കാനഡയിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ആ ഭരണാധികാരി ട്രൂഡോ അതിൻ്റെ ഒരു സപ്പോർട്ടറായിരുന്നു. അപ്പോൾ മാത്രമല്ല ബൈഡൻ അതിൻ്റെ ഒരു സപ്പോർട്ടറാണ്. അതാണ് ഇത്രയും ഒരു പന്നൊക്കെ അവിടെ നിന്നിട്ട് എന്തും പറയാം, എന്തും നടത്താം. ഏറ്റവും അവസാനം ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനകത്ത് പോലും കയറി കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കാമെന്നുള്ളൊരു ബലമൊക്കെ അവിടെ അയാളത്ര ശക്തനാണെന്നുള്ളൊരു തോന്നലും പിന്തുണയുള്ളത് കൊണ്ടാണല്ലോ കിട്ടിയത്. അപ്പം ഇവിടെ ഗുരുദ്വാരകൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുദ്വാരകൾ ട്രംപ് പറയുന്നത് ഇതുപോലെ വിധ്വംസക ശക്തികൾ, തീവ്രവാദികൾ, കൃത്യമായിട്ട് രേഖകളില്ലാത്തവർ ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഖാലിസ്ഥാൻവാദിൻ്റെ പ്രൊമോട്ടറാണ് അവിടെ ഇരിക്കുന്നത്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ റെയ്ഡുകൾ നടത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഈ സ്ഫോടനം ഏറ്റെടുത്ത ശേഷമാണ് അവിടെ റെയ്ഡ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നേരത്തെ ഈ ബൈഡൻ ഇരുന്ന സമയത്ത് ഈ സെൻസിറ്റീവ് ഏരിയയിൽ പോലീസ് കയറേണ്ട. സെൻസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇവിടെ ഇതുപോലെ പള്ളികൾ, ഗുരുദ്വാരകൾ, മോസ്കുകൾ എന്ന് വെച്ചാൽ ഇവിടെ വെച്ചാൽ ഇത് മൊത്തം നടക്കുന്നത്. ഈ മോസ്കുകൾ ഇപ്പോൾ തന്നെ നമ്മൾ പണ്ട് ഗാസ യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ലെബനനെ നോക്കിയപ്പോൾ പല മോസ്കുകൾക്കകത്തുമാണല്ലോ റോക്കറ്റ് ഉൾപ്പെടെയുള്ള അമാരകായുധങ്ങൾ മോസ്കാന്ന് പറഞ്ഞ് പള്ളിയുടെ കെയർ ഓഫിൽ പള്ളിക്കകത്ത് കയറ്റി വെച്ചേക്കുക. ഇവിടെയും അത്തരത്തിൽ ഇത് ഉപയോഗിക്കുന്നു. ട്രംപ് പറഞ്ഞ ആ നിയമമൊക്കെ എടുത്ത് ട്രംപ് അന്നേരം ദൂരെ കളഞ്ഞിട്ട് വ്യാപക റെയ്ഡ് നടത്തിയിട്ട് അനധികൃതമായിട്ടുള്ളവരെല്ലാം പിടികൂടുന്നതിന് മാത്രമല്ല അയാളെ ഈ പന്നൂൻ എന്ന് പറയുന്നവൻ ബൈഡൻ്റെ ആളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കത്തിൻ്റെ ആളാണ്, ഡെമോക്രാറ്റ്സിൻ്റെ ആളാണെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഏറ്റവും അദ്ദേഹത്തിന് നാണക്കേട് ഉണ്ടാക്കിയൊരു വിഷയമാണല്ലോ. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കയറിയിരുന്നുകൊണ്ട് ഭീകരവാദത്തെ എതിർക്കുന്ന ഒരു നേതാവിൻ്റെ ലോകത്തെ ഏറ്റവും വലിയൊരു ചടങ്ങിനകത്ത് കയറി അവിടെ ഇരുന്നുകൊണ്ട് ഒരു ഭീകരവാദി മുദ്രാവാക്യം വിളിക്കുക എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പ്രത്യക്ഷത്തിലൊന്നും പറഞ്ഞില്ലെങ്കിലും ട്രംപിനുണ്ടാക്കാവുന്ന ഒരു നാണക്കേടെന്ന് പറഞ്ഞാൽ അത് മാറ്റിയാൽ മാറാത്ത രീതിയിലുള്ള നാണക്കേടാണ്. അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും കുംഭമേളയ്ക്കകത്ത് നടന്ന 2 സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ 1 കോടി രൂപ നഷ്ടം വരുന്ന വളരെ കൂടുതൽ ടെൻറ്റുകൾ കത്തിനശിച്ച ആ സ്ഫോടനം ഒരു ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ ഒരു അട്ടിമറിയായിരുന്നെന്നും ആ സ്ഫോടനം ഖാലിസ്ഥാൻവാദത്തിൻ്റെ ഭാഗമാണെന്നും വളരെ കൃത്യതയോടുകൂടി പറയുന്നതിന് വേണ്ടി ഖാലിസ്ഥാൻ ഭീകര സംഘടന തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ കെയർ ഓഫിൽ ഒരു പക്ഷേ അതിനുശേഷം അമേരിക്കയിൽ ഗുരുദ്വാരകൾ റെയ്ഡ് നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണോ അല്ല ഈ ഇന്ത്യയിൽ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ ശക്തി ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്, അതുകൊണ്ടായിരിക്കും ഇത്തരം സംഭവങ്ങളെല്ലാം ആവർത്തിക്കുന്നത്? അല്ല, ഖാലിസ്ഥാൻ ഭീകരവാദം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു ശ്രമം നടക്കുന്നുണ്ട്. അതിനകത്ത് അത് ഇത്രയും ശക്തി ആർജിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ബൈഡൻ്റെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അതിനൊരു ശക്തി, ഇന്ത്യയിൽ ഇതിന് ശക്തി ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഖാലിസ്ഥാൻ വാദം എന്ന് പറയുന്ന സംവിധാനത്തിന് അത് യാതൊരു രീതിയിലുള്ള ഇതുമില്ലാതെ അത് വിദേശത്ത് ശക്തിപ്പെടുന്നതിന് വേണ്ടി ഖാലിസ്ഥാൻ വാദം അമേരിക്കയിലും ഒരുപക്ഷെ കാനഡയിലും ട്രൂഡോയുടെ നേതൃത്വത്തിലും അല്ലെങ്കിൽ ബൈഡൻ്റെ നേതൃത്വത്തിലും അവരുടെ അല്ലെങ്കിൽ ബൈഡൻ്റെ ഭരണസമയത്ത് ഈ ഖാലിസ്ഥാൻ വാദം അമേരിക്കയിലും കാനഡയിലും വളരെ കൃത്യമായിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ട സപ്പോർട്ടുകളെല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം ഏതൊരു സമയത്തും ഇന്ത്യക്കെതിരെ ഒരു പ്രയോഗിക്കാൻ ഉരുത്തിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഒരുപക്ഷെ ബൈഡൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അവരെ ഒരുക്കുന്നതിന് വേണ്ടി ബൈഡൻ്റെ ഭാഗമായിട്ട് നിന്ന് ട്രൂഡോയെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ട്രൂഡോ അവർക്ക് ആ 2 രാജ്യങ്ങളിലും വേണ്ട സംവിധാനം, അവിടെ ഇരുന്ന് എന്തും ഇന്ത്യയെ പറയാം, അവിടെ നിന്നിരുന്ന് ഇത് ഖാലിസ്ഥാൻ വാദത്തിന് വേണ്ടി ഫണ്ടുകൾ അയക്കുന്നതിന്, അവിടെ ഇരുന്നു കൊണ്ട് വെല്ലുവിളി നടത്തുന്നതിന് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പം ആ രീതിയിലേക്കുള്ളൊരു കാര്യം മാത്രവുമല്ല അതിനകത്ത്
ആ സമയത്താണല്ലോ ഈ പറഞ്ഞതുപോലെ കർഷക സമരം വന്നത്. കർഷക സമരം ഉപയോഗിച്ച് ഇന്ത്യയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നായിരുന്നല്ലോ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആ ഖാലിസ്ഥാൻ വാദം ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് കർഷക സമരം ഉപയോഗിച്ചു. അതായത് ഖാലിസ്ഥാൻ വാദികളായിരുന്നു കർഷക സമരം നിയന്ത്രിച്ചത്, ഖാലിസ്ഥാൻ വാദികളായിരുന്നു കർഷക സമരം കിടന്നിരുന്നത്, ഖാലിസ്ഥാൻ വാദികളായിരുന്നു കർഷക സമരത്തിൻ്റെ ഫണ്ട് മൊത്തവും ഒഴുക്കിയിരുന്നത്. കാരണം 5 സ്റ്റാർ സംവിധാനത്തിലായിരുന്നു ടെൻറ്റുകൾ. ഒരു ദിവസം എത്ര ലക്ഷം രൂപ വേണം ഈ സമരം നടക്കണമെങ്കിൽ? നിസ്സാര സംഭവമൊന്നുമല്ല. ലക്ഷക്കണക്കിന് വേണ്ടല്ലേ സമരം നടക്കത്തുള്ളൂ. എത്ര മാറ്റിയണക്കുകയും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയണക്കുകയും സമരത്തിൻ്റെ ഇവിടെ കൃത്യമായിട്ട് കിടക്കില്ല. കാരണം ഒന്നിനും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ആ സമരം നരേന്ദ്രമോദി പിൻവലിക്കേണ്ടി വന്നത്. കാരണം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സിംഗ് ഇതിനെപ്പറ്റി BJPയുമായിട്ട് പറഞ്ഞു. കാരണം അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ അല്ലെങ്കിൽ ഇന്ത്യക്ക് കുഴപ്പം വരുന്ന ഒരു കാര്യം വരുമ്പോൾ നിന്നു കൊടുക്കുന്ന ഒരാളല്ല പുള്ളി. എനിക്കൊന്ന് മേജറോ കണ്ടായിരുന്നു, അതിൽ പട്ടാളക്കാരനാണ്. അപ്പം അദ്ദേഹം അവിടുത്തെ ഖാലിസ്ഥാൻ പ്രൊമോഷൻ്റെ എല്ലാ രീതിയിലുള്ള രഹസ്യ സ്വഭാവങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിവുള്ളതെല്ലാം ആഭ്യന്തരമന്ത്രിയുമായിട്ടും നരേന്ദ്രമോദിയുമായിട്ടും ഒക്കെ അന്ന് പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അന്ന് കോൺഗ്രസ് വിടുന്ന ഒരു ഭാഗം ഉണ്ടായത്. പിന്നെ അദ്ദേഹം BJPക്ക് ചേർന്നതിലും പിന്നെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം അത്ര സജീവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ ഖാലിസ്ഥാൻ വാദത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസും ഈ അരവിന്ദ് കെജ്രിവാളും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികളും ഇന്ത്യക്ക് വെളിയിൽ നിൽക്കുന്ന അമേരിക്ക പോലെയും അല്ലെങ്കിൽ അന്ന് ബൈഡൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അമേരിക്കയും ഈ കാനഡയും ഒക്കെ ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് തടസ്സം നിൽക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയും ഈ കർഷക സമരം ഉപയോഗിക്കാം. അത് അട്ടിമറിക്കാൻ അതിന് പ്രാപ്തമായിട്ട് കർഷക സമരത്തിൻ്റെ പേരിൽ ഈ പറഞ്ഞ ബംഗ്ലാദേശിൽ നടന്നതുപോലെ പ്രമോഷൻ കൊടുക്കുന്നതിന് ഖാലിസ്ഥാൻ വാദമായിരുന്നു. അതുകൊണ്ടാണ് റെഡ് ഫോർട്ടിൽ അന്ന് അതിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് കൊടിമാറ്റി കെട്ടിയത്. റെഡ് ഫോർട്ടിൽ അല്ലെങ്കിൽ ട്രാക്ടർ സമരം അക്രമാസക്തമാക്കാൻ നോക്കിയത്. അപ്പം ഇത് മുൻകൂട്ടി നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ അക്രമാസക്തമായിട്ടൊരു കലാപം ഉണ്ടാക്കുന്നതിനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാൽ മതിയല്ലോ. കർഷകരെ തല്ലുക അല്ലെങ്കിൽ കർഷകർ 10 പേര് മരിക്കുക, ജനം ചുമ്മാ ഇരിക്കും. ഇവിടെയൊക്കെ സാധാരണക്കാരൻ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ കർഷക സമരമാണോ എന്നതിനെ പറ്റിയുള്ള തിരിച്ചറിവൊന്നുമില്ലല്ലോ. ഇപ്പോഴും കർഷക സമരമാണ് അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ സാധാരണക്കാരിരിക്കുന്നത്. അപ്പം ന്യായമായ സമരത്തിനെ ഒരു ഗവൺമെൻറ് അടിച്ചമർത്തുന്നു. അല്ലെങ്കിൽ നമ്മുടെ നട്ടല്ലെന്ന് പറഞ്ഞാൽ കർഷകരാണ്, ആ കർഷകരെ അടിച്ചമർത്തും. പക്ഷേ ഇത് മൊത്തം ഖാലിസ്ഥാൻവാദികളാണ്. ഇന്ത്യയിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ്, ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയാണ്, അവരാണ് ഫണ്ട് മുടക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവിടുത്തെ പ്രതിപക്ഷം സംസാരിക്കുന്നത്. ഖാലിസ്ഥാൻവാദികളുടെ സംസാരമാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതൊക്കെ വരുന്ന രീതി വന്നു. മാത്രവുമല്ല ഈ ഖാലിസ്ഥാൻ വാദം അന്ന് ഈ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ഈ സിഖുകാരാണല്ലോ അതിനകത്ത്, അവരുടെ സിഖുകാർ ആണല്ലോ അംഗരക്ഷകർ സിഖുകാരായിരുന്നു, അവർ കൊന്നു. അതിനുശേഷം ഇവിടെ സിഖുകാരെ വ്യാപകമായിട്ട് അന്ന് സിഖുകാർക്കെതിരെ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായല്ലോ. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. അന്ന് കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് നിലനിൽപ്പില്ലാതെ ഓടിപ്പോയി. അന്ന് ഈ കാനഡയിലും അമേരിക്കയിലും ഒക്കെ പോയി അന്ന് പോയവരുണ്ട്. അതിനുശേഷം അതുവരെ ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഭാഗമായിട്ട് നിന്നിരുന്നു സിഖുകാർ. അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ സംരക്ഷകരായിരുന്നു. അവരുടെ ഭടന്മാരെന്നുള്ള രീതിയിൽ തന്നെ അതിനെ സംരക്ഷിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ സിഖുകാർ, അതിനുശേഷം സിഖുകാർ മൊത്തത്തിലല്ല എന്നാലും അതിനുശേഷമുള്ള ഖാലിസ്ഥാൻ വാദം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുക, ഹിന്ദുക്കളെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് പോകുന്ന ഒരു രീതിയാണ്. അതാണ് നമുക്ക് ഈ കാനഡയിലെ ഹിന്ദുക്കളുമായിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയോ ഹിന്ദുക്കളെ ആക്രമിക്കുകയോ അത് അമേരിക്കയിൽ സംഭവിക്കുന്നുണ്ട്. ലോകത്തുടനീളം ഈ ഖാലിസ്ഥാൻവാദികൾ ഉള്ളിടത്തെല്ലാം ഹിന്ദുക്കളെ ആക്രമിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഹിന്ദുക്കളെ ആക്രമിക്കുക, ഇപ്പം അത് ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഹിന്ദു എന്നുള്ള രീതിയിലേക്ക് അവർ പല മുദ്രാവാക്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ശത്രുതാ മനോഭാവം, ഈ ഹിന്ദുവിൻ്റെ രാജ്യം ഇന്ത്യ, അപ്പോൾ ഹിന്ദു നമ്മുടെ ശത്രുവാണ്, ഹിന്ദു നമ്മളെ ഉപദ്രവിച്ചു, ഹിന്ദുവിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യമാണ് ഞങ്ങളുടെ ഈ അന്ന് പറയുന്ന സുവർണക്ഷേത്രത്തിൽ കയറി. ഏതായാലും ഇപ്പം ഖാലിസ്ഥാൻ വാദമായിട്ട് നിൽക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുത്വയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഹിന്ദുക്കളെ ശത്രുവായിട്ട് കാണുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ വന്നു പോകുന്നത്. ഏതായാലും കുംഭമേളയിൽ പോലും കാരണം അക്രമം നടത്തുന്നതിനും അല്ലെങ്കിൽ അക്രമം അവരാണ് നടത്തിയെങ്കിൽ അവരെന്തിനും തയ്യാറാവുന്ന ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള മാനസികാവസ്ഥയിലും അതിനുവേണ്ടിയുള്ള സാമ്പത്തിക കരുത്തും മറ്റ് കരുത്തുകളും ഒക്കെ ആർജിച്ചെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. AP സർക്കാരിൻ്റെ ഒരു കഴിവുകേട് കൂടിയല്ലേ? കാരണം ഡൽഹിയിലായാലും പഞ്ചാബിലെല്ലാം ഈ വലിയ രീതിയിൽ തന്നെ ഖാലിസ്ഥാൻ വാദം വളർന്നിട്ടും സർക്കാർ കണ്ടില്ലെന്നാണ്. അല്ല, കഴിവുകേടല്ലല്ലോ ഇത്. ഞാനിതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ അയാൾ ലോക ഫ്രോഡല്ലേ? അയാൾ എന്തിൻ്റെ പേരില്ല രാഷ്ട്രീയത്തിൽ വന്നേ?
അയാൾ ഒരു ഗാന്ധിയൻ എന്ന മറവിൽ രാഷ്ട്രീയത്തിന് അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അയാളുടെ സാമ്പത്തിക നേട്ടം മാത്രമാണ്. അതിനയാൾ ഇന്ത്യ മഹാരാജ്യത്തെ നാളെ കാലത്ത് അയാളുടെ കയ്യിലാണ്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രമാണം അയാളുടെ കയ്യിലാണ് ഇരിക്കുന്ന ദിവസം. ഉദാഹരണത്തിന് ഞാൻ പറയുക, അത് വേറൊരുത്തർ കൊടുത്തിട്ട് അതിൻ്റെ കാശിങ് മേടിക്കും. ആ രീതിയിലുള്ള രാഷ്ട്രീയ കബളിപ്പിക്കൽ രാഷ്ട്രീയക്കാരൻ. അപ്പോൾ അവന് ഈ ഖാലിസ്ഥാൻവാദം പ്രൊമോട്ട് ചെയ്യുന്നതിന് തോന്നും. ഖാലിസ്ഥാൻവാദി കോടാനുകോടി രൂപയല്ലേ കൊടുക്കുന്നത്. അവൻ്റെ എം പിമാരെല്ലാം കാനഡയിൽ പോയി അവിടുത്തെ ഖാലിസ്ഥാൻവാദിയായിട്ടുള്ള എം പിമാരായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ രേഖകൾ നമ്മൾക്ക് വെളിയൊന്നുമല്ലേ. ഇയാൾക്ക് പൈസ കൊടുത്തു പരസ്യമായിട്ട് പറഞ്ഞതല്ലേ. ഇയാളുടെ പല ഇടപാടുകളും ഗവൺമെൻറ് നോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇയാളുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം എടുത്തിട്ടില്ലേ. അപ്പം ഖാലിസ്ഥാൻവാദം പ്രൊമോട്ട് ചെയ്യുന്ന അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ടാണ്. അതിന് സാമ്പത്തിക ലാഭമുണ്ട്, അല്ല ചുമ്മാതല്ല. അപ്പോൾ കോടാനുകോടി രൂപ മേടിച്ചുകൊണ്ടാണ് ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആൾ അത് ഖാലിസ്ഥാൻവാദം പ്രൊമോട്ട് ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പുറത്തുള്ള അമേരിക്ക പോലെയുള്ള ശക്തികളുടെ പിന്തുണയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇയാൾക്ക് ആവശ്യമില്ലാത്ത അവാർഡുകൾ കൊടുക്കുന്നത്. അമേരിക്കയൊക്കെ ഏർപ്പെടുന്ന അവാർഡ് മൊത്തം എൻ്റെ ആയാലും പുള്ളിക്കാണ് കിട്ടുന്നത്. പുള്ളിയാരെ അതുപോലെ BBC പുള്ളിയുടെ എന്തോ പറഞ്ഞാലും BBC വരുക. ലോക നേതാക്കന്മാരുടെ ലിസ്റ്റ് നരേന്ദ്രമോദി പറയുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന റഷ്യൻ പ്രസിഡന്റ് പറയുന്നതോ അല്ലെങ്കിൽ ചൈനയുടെ അല്ലെങ്കിൽ ഇതുപോലെ ലോക നിലവാരത്തിലുള്ള ആൾക്കാർ പറയുന്ന പോലെ പുള്ളി പറയുന്നതൊക്കെ BBC അല്ലെങ്കിൽ ഇതുപോലെ വാഷിങ്ടൺ പോസ്റ്റിലെ അമേരിക്കയുടെ വലിയ ഡെമോക്രാറ്റ്സിൻ്റെ അത്തരത്തിൽ ഈ ഡീപ് സ്റ്റേറ്റ് ഭാഗമായിട്ടിരിക്കുന്ന ജേണലുകളിൽ ഒക്കെ വരിക. അപ്പോൾ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ അതുപോലെ അദ്ദേഹം മദ്യ അഴിമതി കേസിലൊക്കെ ഒളിപ്പിച്ച പൈസ അത് മൊത്തം വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയല്ലേ ഒളിപ്പിച്ചേക്കുന്നത്. ബാക്കിയുള്ളവൻ്റെ പൈസ ഇവിടെ അതായത് അദ്ദേഹത്തിൻ്റെ അഴിമതി നടത്തുന്ന പൈസ ഒളിപ്പിക്കാൻ പോലും വിദേശ ശക്തികളുടെ സഹായം. അത്രയ്ക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ളവൻ, ഇന്ത്യയെ തകർക്കുന്നതിന് വിദേശ ശക്തികളുടെ അച്ചാരം മേടിക്കുന്നവൻ. അപ്പോൾ ഖാലിസ്ഥാൻവാദം ഇന്ത്യ തകർക്കാനെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് നിൽക്കുന്നത്. അയാൾ ശരിക്കും പറഞ്ഞാൽ രാജ്യദ്രോഹിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പം അതിനകത്ത് ആശങ്കപ്പെട്ടായിരുന്നു. ഏതായാലും ഖാലിസ്ഥാൻവാദം അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു രാജ്യം വിഭജിക്കും, അതിന് ഞങ്ങൾ കരുത്തുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ ഉപദ്രവിച്ചാൽ നേരത്തെ തന്നെ ഈ നമ്മുടെ ഈ വിഷയം കർഷക സമരത്തിൻ്റെ വിഷയം വന്നപ്പോഴും അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിന്നൊരു അജ്ഞാതൻ്റെ നീജാർ ഉൾപ്പെടെയുള്ള മരണപ്പെട്ടപ്പോഴൊക്കെ ഇവരുടെ ചില പ്രസ്താവനകൾ കണ്ടില്ലായിരുന്നു. ഞങ്ങളടുത്ത് കളിച്ചവരെയൊക്കെ അറിയാമോ, ഇന്ദിരാഗാന്ധിയുടെ ഗതി അറിയാമോ? അന്ന് ആ ഇന്ദിരാഗാന്ധിയുടെ അവരെ ഇതിന് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഒന്ന് IAS IPS ഓഫീസർമാർ ഇതുപോലെ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇതുപോലെ അല്ലെങ്കിൽ ഖാലിസ്ഥാൻവാദികൾ കൊല്ലുന്നൊരവസ്ഥയുണ്ട്. അപ്പം ഇതൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കൊലപാതകങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കൊലപാതകങ്ങൾക്ക് എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ അവസ്ഥ ഇതായിരിക്കും. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മോദി ആയാലും അമിത്ഷാ ആയാലും യോഗി ആയാലും ഒക്കെ അവസ്ഥ ഇതായിരിക്കും. ആ രീതിയിലേക്കുള്ളൊരു പറച്ചിലും ആ രീതിയിലേക്കുള്ളൊരു പോക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഇത് കഴിഞ്ഞതിന് ശേഷവും ഇതൊരു താക്കീതാണ്. ഞങ്ങളുടെ 3 പേരെ കൊന്നില്ലേ, അപ്പം ഞങ്ങൾ കാണിച്ചാൽ, ഞങ്ങളെ ചെയ്താൽ ഞങ്ങൾ ചെയ്യും, അത് എവിടെ ആയാലും ചെയ്യും എന്നുള്ള രീതിയിൽ പന്നൂനൊക്കെ പറയുന്ന കണക്ക് ഒരു ഭീകരവാദിയുടെ സ്വരവും സംസാരവും ഒക്കെ വരുന്നുണ്ട്. ഏതായാലും മോദി അല്ലെങ്കിൽ യോഗിയുമൊക്കെ കൃത്യമായിട്ട്, യോഗി അതിനകത്ത് ഉടനടി യോഗിയുടെ സ്വഭാവം അറിയാമല്ലോ, ഉടനടി നടപടി ഈ 3 പേരെ അന്ന് വന്നതുപോലെ തന്നെ നടപടി ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാവാം ഉടനടി തന്നെ ഈ അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കുന്ന രീതിയിൽ അവിടുത്തെ ഗുരുദ്വാരകൾ മൊത്തം കയറി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖാലിസ്ഥാൻവാദികളെ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യ എന്താഗ്രഹിക്കുന്നു അത് അമേരിക്കയിൽ നടപ്പാക്കി പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കുംഭമേളയിൽ സ്ഫോടനം നടത്തിയാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ കുംഭമേളയിൽ സ്ഫോടനം നടത്തിയിട്ട് അമേരിക്കയിൽ പോയി ഇരിക്കാമെന്ന് വെച്ചാലും കാനഡയിൽ പോയി ഇരിക്കാമെന്ന് വെച്ചാലും ഒക്കെ ഇനി നടക്കുന്ന ഒരു രീതിയില്ല. ഖാലിസ്ഥാൻവാദികളെ തൂത്തുവാരുന്നു അമേരിക്കയിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.